ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. ഇന്ന് നമ്മൾ മലപ്പുറം കോട്ടയ്ക്കലുള്ള സിന്ധു ടീച്ചറിൻ്റെ വീട്ടിലെ ചെമ്പരത്തി കളക്ഷനാണ് കാണാൻ പോകുന്നത്. ടീച്ചറിൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെമ്പരത്തിയോടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പലതരം ചെടികളോടായിരിക്കും ഇഷ്ടം. അത്തരത്തിൽ ചെമ്പരത്തികളെയാണ് ടീച്ചറിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് ചെമ്പരത്തി തോട്ടം കാണാം, എന്തൊക്കെ ഇനം ചെമ്പരത്തികളുണ്ടെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട വീഡിയോ കാണാം. സിന്ധു ടീച്ചറിൻ്റെ വീട്ടിൽ 80 ഇനം ചെമ്പരത്തികളാണുള്ളത്. 10 ഇനം നാടൻ ചെമ്പരത്തികൾ ഉൾപ്പെടെയാണ്. നാടൻ ചെമ്പരത്തികളെല്ലാം തന്നെ നിലത്താണ് നട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവ ചട്ടിയിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പോട്ടിംഗ് മിക്സായിട്ട് മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്കുമാണ് ഉപയോഗിക്കുന്നത്. മാസത്തിലൊരിക്കൽ ചട്ടിയിലെ മണ്ണ് വേരൊന്നും പൊട്ടാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. ഇത് ചെടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. ഇത് നമുക്ക് റോസിനും ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. മറ്റു ചെടികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഈ രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റു മൊട്ടില്ലാത്ത കമ്പാണെങ്കിൽ പകുതി വെച്ച് അത് കട്ട് ചെയ്ത് മറ്റൊരു ചട്ടിയിൽ നട്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. വീണ്ടും പൂക്കൾ ഉണ്ടാകുന്നതിന് ഈ കൊമ്പ് കോതൽ രീതി വളരെയേറെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കൊമ്പ് കോതുന്നതോടൊപ്പം തന്നെ നമ്മൾ ചട്ടിയിലെ മണ്ണ് കുറച്ച് മാറ്റിയതിന് ശേഷം പുതിയ പോട്ടിംഗ് മിക്സോ അല്ലെങ്കിൽ വളങ്ങളോ ചേർത്ത് കൊടുക്കാം. പൂക്കൾ നന്നായിട്ടുണ്ടാകാനായിട്ട് കടലപ്പിണ്ണാക്കും അതുപോലെ ചാണകവും വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് അതിൻ്റെ തെളിയെടുത്ത് 3 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ചെമ്പരത്തി നട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ചെമ്പരത്തി ബാധിക്കുന്ന കീടമാണ് മില്ലിബഗ്. ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നീം ഓയിൽ 5 മില്ലി, അതുപോലെ തന്നെ ഡിഷ് വാഷ് 5 മില്ലി. ഇത് രണ്ടും കൂടി 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ രീതിയിൽ ചെയ്യുന്ന വഴി ആ ഒരു പ്രശ്നം മാറിക്കിട്ടുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ ചെടിയുടെ അടുത്ത് ചെന്ന് പരിപാലിച്ചാൽ തന്നെ അതിലെ ചെറിയ പ്രാണികളും മറ്റും നമുക്ക് ആദ്യം തന്നെ കണ്ടെത്താനും അതിനെയൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ചെടി നശിച്ച് പോകാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും പ്രാണി കമ്പുകളെ നശിപ്പിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ആ കമ്പ് സോപ്പ് വെള്ളം ഉപയോഗിച്ച് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഒരു ബ്രഷോ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് മണ്ണ് കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കുക. സിന്ധു ടീച്ചറിൻ്റെ അനുഭവത്തിൽ ദിവസവും കുറച്ച് സമയം ചെടികളോടൊത്ത് സല്ലപിച്ച് നടക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്നേഹം ചെടികൾക്ക് മനസ്സിലാകുകയും നിറയെ പൂക്കളായി അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും ഒരുപാട് അനുഭവങ്ങൾ അല്ലേ? അപ്പോൾ തീർച്ചയായും കൃഷിലോകം വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കഥയും സെൻഡ് ചെയ്ത് തരിക. കൃഷിലോകം ചാനലിലൂടെ ആ കഥ ലോകം അറിയട്ടെ. ഇനി എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ പച്ചക്കറികളെ അല്ലെങ്കിൽ ഫലവൃക്ഷ തൈകളെയൊക്കെ ആക്രമിക്കുന്ന പലതരം പുഴുക്കളുണ്ടാകും അല്ലേ? അപ്പോൾ ആ പുഴുക്കളെ അകറ്റാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെമഡീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷൻ കൂടി. ആ ഒരു രീതിയിൽ നമുക്ക് പരസ്പരം അറിവുകൾ പങ്കുവയ്ക്കുക കൂടി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെറിയ ചെറിയ അറിവുകളാണെങ്കിൽ പോലും അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് കൃഷിലോകം ചാനലിലൂടെ കിട്ടിയ നല്ലൊരു കൂട്ടുകാരിയാണ് കേട്ടോ സിന്ധു ടീച്ചർ. അപ്പോൾ എന്താണെങ്കിലും ഇനിയും ഒരുപാട് പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ടീച്ചറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേരിലും അതുപോലെ നമ്മുടെ കൃഷിലോകം ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലും. അപ്പോൾ തീർച്ചയായും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചെടികളോ പൂക്കളോ ഒക്കെ നിങ്ങളും ഇഷ്ടപ്പെട്ട് ഇതുപോലെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകും തീർച്ചയായിട്ടും 1-2 ആഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിന്ധു ടീച്ചറിൻ്റെ ചെമ്പരത്തി പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.